അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ 323A ആണ്. ആർട്ടിക്കിൾ 323A ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഇത് 1976 42ാം ഭേദഗതി പ്രകാരമാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഭാഗം 14A അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റി പ്രതിപാദിക്കുന്നത്. ഭാഗം 14A അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ആൻസർ 312. ആർട്ടിക്കിൾ 312 അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ആൻസർ 243K. 243K സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 326. 326 പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ. ആൻസർ 246. കൺകറൻറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഈ ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 246. CAGയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 148 മുതൽ 151 വരെ. അതായത് CAG എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 148ഉം 149 അദ്ദേഹത്തിൻ്റെ ചുമതലകളും അതുപോലെ തന്നെ ഓഡിറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ആർട്ടിക്കിൾ 151 പ്രതിപാദിക്കുന്നത്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 338B. പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ബാക്ക്വേഡ്. അപ്പോൾ ആ ബി ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. 338B ആണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 338A. 338A പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 338. ആർട്ടിക്കിൾ 338 പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 280. ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 324. ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് ആർട്ടിക്കിൾ 324 പ്രതിപാദിക്കുന്നത്. ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 243A. 243A ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 368. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി. ഈ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് 20ാം ഭാഗമാണ്. 20ാം ഭാഗത്താണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 76. 76 അറ്റോർണി ജനറൽ. നേരെമറിച്ച് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ചാണെങ്കിൽ ആർട്ടിക്കിൾ 165. അറ്റോർണി ജനറൽ 76ഉം അഡ്വക്കേറ്റ് ജനറൽ 165. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് നിഷ്കർഷിക്കുന്ന ആർട്ടിക്കിൾ 343. 343 ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പ്രതിപാദിക്കുന്നു. ഓരോ സംസ്ഥാനത്തിനും ഒരു ഹൈക്കോടതി ഉണ്ടാകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളാണ് 214. ആർട്ടിക്കിൾ 214 ഒരു സംസ്ഥാനത്തെ ഒരു ഹൈക്കോടതി വേണമെന്ന് പ്രതിപാദിക്കുന്നത്. ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 226. ഒരു ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെപ്പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. സുപ്രീം കോടതി രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 124. 124 സുപ്രീം കോടതിയുടെ രൂപീകരണം. സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 129. ആർട്ടിക്കിൾ 129 സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണെന്ന് പ്രസ്താവിക്കുന്നു. രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 143. രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നത് ആർട്ടിക്കിൾ 143 പ്രകാരമാണ്. ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ 356 സംസ്ഥാന അടിയന്തരാവസ്ഥയും 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയും. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം എന്ന് പറയുന്നത് 18ാം ഭാഗമാണ്. 18ാം ഭാഗത്താണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 153. ആർട്ടിക്കിൾ 153 ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ കുറ്റവാളികൾക്ക് ഗവർണർ മാപ്പ് നൽകാനുള്ള അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 161 പ്രകാരമാണ്. ആർട്ടിക്കിൾ 161
ഗവർണർക്ക് കുറ്റവാളികൾക്ക് മാപ്പ് നൽകാനുള്ള അധികാരം നൽകുന്നത്. ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നുണ്ട്. അതിന് അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് 213. ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് 213. പ്രധാനമന്ത്രിയുടെ നിയമനത്തെ സംബന്ധിക്കുന്ന ആർട്ടിക്കിളാണ് 75. ആർട്ടിക്കിൾ 75ലാണ് പ്രധാനമന്ത്രിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ആർട്ടിക്കിളാണ് 63. ആർട്ടിക്കിൾ 63 ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നത്. രാഷ്ട്രപതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് 52. ആർട്ടിക്കിൾ 52ലാണ് രാഷ്ട്രപതിയെക്കുറിച്ച് പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 54, രാഷ്ട്രപതിയുടെ കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 56, രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 60, രാഷ്ട്രപതിയെ ഇംപീച്ച്മെൻറ്റ് ചെയ്യാനുള്ള അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 61. അതുപോലെ തന്നെ രാഷ്ട്രപതി പൊതുമാപ്പ് നൽകുന്നതിനെപ്പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് 72. ആർട്ടിക്കിൾ 72ലാണ് പൊതുമാപ്പ് നൽകുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ വീറ്റോ പവറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 111. ആർട്ടിക്കിൾ 111 വീറ്റോ പവറാണ്. രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 123 പ്രകാരമാണ്. ഗവർണർക്ക് 213 ആണെങ്കിൽ രാഷ്ട്രപതിക്ക് 123 ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം പറയുന്നത്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 108. ആർട്ടിക്കിൾ 108ലാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനങ്ങൾ. ലോക്സഭാ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും സംബന്ധിക്കുന്ന ആർട്ടിക്കിൾ 93. 93ലാണ് ലോക്സഭാ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും പ്രതിപാദിക്കുന്നത്. മറിച്ച് ഒരു സംസ്ഥാനത്തെ നിയമസഭാ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും പ്രതിപാദിക്കുന്നതാണെങ്കിൽ ആർട്ടിക്കിൾ 178. ആർട്ടിക്കിൾ 178 സംസ്ഥാനത്തിലെ നിയമസഭാ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. പാർലമെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 79. അതുപോലെ തന്നെ രാജ്യസഭ 80, ലോക്സഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 81. 79 പാർലമെൻറ്റ്, 80 രാജ്യസഭ, 81 ലോക്സഭ. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളാണ് 51A. ആർട്ടിക്കിൾ 51Aയിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ ഈ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ഭരണഘടന ഭേദഗതി എന്ന് പറയുന്നത് 42ാം ഭേദഗതിയാണ്. മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ഭേദഗതി എന്ന് പറയുന്നത് 42ാം ഭേദഗതിയാണ്. തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് സംബന്ധിക്കുന്ന ആർട്ടിക്കിളാണ് 39D. ആർട്ടിക്കിൾ 39Dയിൽ പരാമർശിക്കുന്നത് തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുക എന്നതാണ്. അതുപോലെ തന്നെ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 40. ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളുടെ രൂപീകരണം. സഹകരണ സംഘങ്ങളുടെ ഉന്നമനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 43B ആണ്. സഹകരണ സംഘങ്ങൾ 43Bയിലാണ് പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ മിക്ക ആൾക്കാർക്കും അറിയുന്നതായിരിക്കും ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിക്കുന്നു. 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിളാണ് 45. ആർട്ടിക്കിൾ 45 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ സംരക്ഷണം ചെയ്യുന്നു. മദ്യനിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 47. ആർട്ടിക്കിൾ 47 മദ്യനിരോധനം. അതുപോലെ തന്നെ ഗോവധ നിരോധനം ആർട്ടിക്കിൾ 48. ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനമാണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം സംബന്ധിക്കുന്ന ആർട്ടിക്കിളാണ് 32. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം അഥവാ റിട്ട്. ഈ ആർട്ടിക്കിൾ 32നെയാണ് അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ആർട്ടിക്കിൾ 32 അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആർട്ടിക്കിളാണ് 29. ആർട്ടിക്കിൾ 29ൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ 30. ആർട്ടിക്കിൾ 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള അവകാശം നൽകുന്നു. മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 25ലാണ് മതം പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നത്. മതസംഘടനകളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്ന ആർട്ടിക്കിൾ 27. ആർട്ടിക്കിൾ 27 മതസംഘടനകളെ നികുതികളിൽ നിന്ന് ഒഴിവാക്കുന്നു. ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും ആരാധനകളും നടപ്പാക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ആർട്ടിക്കിൾ 28. ആർട്ടിക്കിൾ 28 നിർദ്ദേശിക്കുന്നത് ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും ആരാധനകളും നടപ്പാക്കാനുള്ള സ്വാതന്ത്ര്യം.
നിർബന്ധമായി തൊഴിലെടുപ്പിക്കുന്നതിനെയും അടിമയാക്കുന്നതിനെയും മനുഷ്യക്കടത്തിനെയും നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് 23. ആർട്ടിക്കിൾ 23 നിർബന്ധമായി തൊഴിലെടുപ്പിക്കുന്നതിനെ അടിമയാക്കുന്നതിനും മനുഷ്യക്കടത്തിനെയും നിരോധിക്കുന്നു. ബാലവേല നിരോധനം ചെയ്യുന്ന ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും നൽകുന്ന ആർട്ടിക്കിളാണ് 14. ആർട്ടിക്കിൾ 14 നിയമസമത്വം ഉറപ്പാക്കുന്നു. അതുപോലെ തന്നെ ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം ഇവയിലൊന്നും വിവേചനം പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 15. ആർട്ടിക്കിൾ 15 വിവേചനം പാടില്ല. അതായത് ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം ഇവയിലൊന്നും വിവേചനം പാടില്ല എന്ന് നിർദ്ദേശിക്കുന്നത് ആർട്ടിക്കിൾ 15ആണ്. അതുപോലെ തന്നെ അവസര സമത്വം ആർട്ടിക്കിൾ 16ഉം. അതുപോലെ തന്നെ അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 17ആണ്. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസാക്കിയ ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 17. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത് ബഹുമതി നിർത്തലാക്കലിനെ കുറിച്ച് പരാമർശിക്കുന്നതാണ്. ആർട്ടിക്കിൾ 18 ബഹുമതി നിർത്തലാക്കലിനെ കുറിച്ച് പരാമർശിക്കുന്നു. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിളാണ് 21. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21 ഉറപ്പ് നൽകുന്നു. പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചത് ഈ ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. അതുപോലെ തന്നെ കരുതൽ തടങ്കലിനെ കുറിച്ച് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 22ആണ്. കരുതൽ തടങ്കൽ ആർട്ടിക്കിൾ 22. അപ്പോൾ ഈ കരുതൽ തടങ്കൽ പ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി എന്ന് പറയുന്നത് AKG ആണ്. കരുതൽ തടങ്കൽ പ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി എന്ന് പറയുന്നത് AKG ആണ്. അപ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക.